ഹലോ ഡിയർ ഫ്രണ്ട്സ്, ആദ്യം തന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാവർക്കും നേരുന്നു. ഇന്ന് ഞാൻ ഓണം സദ്യ സ്പെഷ്യൽ പുളിയിഞ്ചിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ഈ ഓണത്തിന് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഇതിന് വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും ഞാൻ ഓൾറെഡി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 100 ഗ്രാം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ്. 5 ചെറിയ ഉള്ളി, അതുപോലെ തന്നെ 5 കാന്താരിയും ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുണ്ട്. കാന്താരിക്ക് പകരം പച്ചമുളകും നിങ്ങൾക്ക് കട്ട് ചെയ്ത് ഉപയോഗിക്കാം. ഇതിനു വേണ്ടിയിട്ട് ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ പുളി ഞാൻ ഓൾറെഡി ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ചൂടുവെള്ളത്തിൽ കുതിർത്തെടുത്താൽ പെട്ടെന്ന് ഇത് പിഴിഞ്ഞെടുക്കാൻ പറ്റും. അതേപോലെ കുറച്ച് കായപ്പൊടി വേണം, ഉലുവാപ്പൊടിയും നമുക്ക് ഇതിനായിട്ട് വേണം. ഇനി നമുക്ക് തയ്യാറാക്കാൻ നോക്കിയാലോ. ഇതിനു വേണ്ടിയിട്ട് ഒരു കട്ടിയുള്ള ചീനച്ചട്ടി, നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഏത് പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാം. ഉരുളിയോ അതുപോലെ തന്നെ നോൺ സ്റ്റിക്ക് പാത്രം ഉപയോഗിക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആദ്യം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഒന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ഇഞ്ചി ചേർത്ത് കൊടുത്ത് പതുക്കെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കാറ്ററിംഗ് സ്റ്റൈൽ പുളിയിഞ്ചിയാണ് നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇഞ്ചി ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിത് ഏകദേശം 2 ആഴ്ചയോളം കേടാവാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനും പറ്റും. ഇനി നമുക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാന്താരിയും ഉള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്കിതെല്ലാം ഒന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ഇതിന് ഏകദേശം ഒരു 5-10 മിനിറ്റ് സമയമെടുക്കും. നമ്മളെ ഉള്ളിയെല്ലാം ഇഞ്ചിയെല്ലാം നല്ലവണ്ണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ കറി തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു, 2 ഉണക്കമുളക് കൂടി ഇട്ട് കൊടുത്തു, കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മസാലകൾ കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്നും അധികമാവരുത്, ആവശ്യത്തിന് മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. 100 ഗ്രാം ഇഞ്ചിക്കുള്ള ചേരുവകളാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നേരത്തെ പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം, ഇത് ഏകദേശം 2 കപ്പ് വരും, അതുകൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇതൊന്ന് നന്നായി തിളച്ചു വരണം. തിളക്കുന്ന സമയത്ത് നമുക്കിനി നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി അത് കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുക്കാം. ചിലർ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുന്ന കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതേപോലെ ചേർത്ത് കൊടുക്കുന്നതാണ് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി ഇതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇതിലെ വെള്ളമെല്ലാം ഒന്ന് തിക്കാവുന്നത് വരെ നമുക്ക് ഒന്ന് വറ്റിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. ഒരു 10 മിനിറ്റ് മാത്രമേ ഇതിനു വേണ്ടി ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഈ ഒരു കറി ഓണസദ്യയിൽ ഒഴിവാക്കാൻ പാടില്ല. വളരെ ടേസ്റ്റിയുമാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും അതുപോലെ തന്നെ 2 പീസ് അത്യാവശ്യം വലിപ്പമുള്ള 2 പീസ് വെല്ലം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അഥവാ പൂഴിയുള്ള വെല്ലമാണെങ്കിൽ അലിച്ച് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഇവിടെ പൂഴിയില്ലാത്ത വെല്ലമാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മുടെ പുളിയിഞ്ചി നന്നായി കുറുകി വന്നിട്ടുണ്ട്. മധുരം കുറച്ച് കുറവായി തോന്നി. ഒരു 2 പീസ് ചെറിയ പീസ് വെല്ലം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടോട്ടൽ വലിയൊരു 2 പീസ് വെല്ലം ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ പുളിയിഞ്ചി ഇപ്പോൾ കുറുകി തയ്യാറായിട്ടുണ്ട്. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇഞ്ചിക്കറിയാണ്, പുളിയിഞ്ചിയാണിത്. എല്ലാവരും ഇത് ഓണത്തിന് തയ്യാറാക്കി നോക്കണം. ഇപ്പോൾ നമ്മുടെ ഫ്ലെയിമൊക്കെ ഓഫാക്കി ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് പുളിയിഞ്ചി മാറ്റിയെടുത്തിട്ടുണ്ട്. ഈ രീതിയിലൊന്ന് തയ്യാറാക്കണം. കമൻറ്റ് ബോക്സിൽ കമൻറ്റ്സ് ഇടാൻ മറക്കരുത്. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.